ആര്യഭടൻ ആകാശത്തെ സംഖ്യകളാക്കി മാറ്റിയ ബാലൻ. ആമുഖം. നക്ഷത്രങ്ങൾ രഹസ്യം പറഞ്ഞ രാത്രി. നക്ഷത്രങ്ങൾ എന്തൊക്കെയോ രഹസ്യങ്ങൾ മന്ത്രിക്കുന്നതുപോലെയുള്ള ഒരു രാത്രിയായിരുന്നു അത്. ഗംഗയുടെ തീരത്ത് പുരാതന നഗരമായ കുസുംപുരത്തിനടുത്ത് ഒരു ചെറിയ കുട്ടി ആകാശത്തേക്ക് നോക്കി നിശബ്ദനായി നിൽക്കുന്നുണ്ടായിരുന്നു. ആകാശം മനോഹരമായതുകൊണ്ടല്ല അവൻ നോക്കി നിന്നത്, മറിച്ച് അവന്റെ കുഞ്ഞു മനസ്സിനെ വിട്ടുപോകാത്ത 1000 ചോദ്യങ്ങൾ ആ ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടായിരുന്നു. പെട്ടെന്ന് അമ്മ വിളിക്കുന്നതവൻ കേട്ടു. ആര്യ, ആര്യഭട, അകത്തേക്ക് വരൂ, നേരം വൈകി. പക്ഷേ ആ കുട്ടി അനങ്ങിയില്ല. അവന് മുകളിൽ എണ്ണമറ്റ നക്ഷത്രങ്ങൾ ആകാശത്തുടനീളം ചിതറിക്കിടക്കുന്ന വിളക്കുകൾ പോലെ കത്തിജ്വലിക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം അവന്റെ ഉള്ളിൽ ഒരു ചോദ്യം മിന്നൽ പോലെ ഉദിച്ചു. ഈ വെളിച്ചങ്ങൾ വിളക്കുകളാണെങ്കിൽ ആരാണവ തെളിയിക്കുന്നത്? അന്ന് രാത്രി നക്ഷത്രങ്ങളെ ഉറ്റുനോക്കി നിന്ന ആ ചെറിയ കുട്ടി എന്നെങ്കിലും ഒരിക്കൽ ഈ ലോകം വിശ്വസിച്ചിരുന്ന കാര്യങ്ങളെ തന്നെ മാറ്റിമറിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. അധ്യായം 1. കുസുംപുരത്തെ ജിജ്ഞാസുവായ കുട്ടി. മറ്റു കുട്ടികളെപ്പോലെയായിരുന്നില്ല ആര്യഭടൻ. അവർ ഓലപ്പടക്കങ്ങൾ ഉണ്ടാക്കി കളിക്കുമ്പോൾ ആര്യ കളിപ്പാട്ടങ്ങൾക്ക് പകരം ചോദ്യങ്ങൾക്ക് പിന്നാലെയായിരുന്നു. അവൻ മണ്ണിൽ വൃത്തങ്ങൾ വരയ്ക്കും. അവൻ കളിക്കുകയാണെന്നാണ് ഗ്രാമവാസികൾ കരുതിയിരുന്നത്. എന്നാൽ ആര്യ തന്നോട് തന്നെ മന്ത്രിക്കുമായിരുന്നു, ഇതൊരു വൃത്തമാണെങ്കിൽ ഇതിന്റെ ഹൃദയത്തെ നമ്മൾ എങ്ങനെ അളക്കും? നിഴലുകളെ നിരീക്ഷിച്ചുകൊണ്ട് അവൻ സമയത്തെക്കുറിച്ച് പഠിച്ചു. വെള്ളത്തിൽ സൂര്യന്റെ പ്രതിബിംബം ഇളകുന്നത് നോക്കി അവൻ കോണുകളെ മനസ്സിലാക്കി. അവന് ചുറ്റുമുള്ള ലോകം കെട്ടുകഥകളിൽ വിശ്വസിച്ചിരുന്നു. ഭൂമി പരന്നതാണ്, ദൈവങ്ങൾ ഗ്രഹങ്ങളെ ആകാശത്തിലൂടെ വലിച്ചുകൊണ്ടുപോകുന്നു, ഗ്രഹണസമയത്ത് രാഹു ചന്ദ്രനെ വിഴുങ്ങുന്നു. ആര്യക്കെല്ലാം നിശബ്ദനായി കേട്ടു. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരു തീപ്പൊരി ആളിക്കത്തുന്നുണ്ടായിരുന്നു. ആകാശമൊരു മായാജാലമല്ല, അതൊരു പ്രഹേളികയാണ്. അധ്യായം 2. നളന്ദയിലേക്കുള്ള യാത്ര. 16-ാം വയസ്സിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രങ്ങളിലൊന്നായ നളന്ദ മഹാവിഹാരത്തിലേക്ക് ആര്യഭടൻ യാത്ര തിരിച്ചു. ആയിരക്കണക്കിന് ബുദ്ധിമാന്മാർ, ദൂരദേശങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർ, അറിവ് നിറഞ്ഞ നിശബ്ദത. നളന്ദ അറിവിന്റെ ഒരു ക്ഷേത്രം തന്നെയായിരുന്നു. പ്രവേശന കവാടത്തിൽ വെച്ച് ഒരു വൃദ്ധനായ സന്യാസി അവനോട് ചോദിച്ചു, കുഞ്ഞേ, നീ എന്തിനാണിവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? ആര്യൻ തലകുനിച്ച് മറുപടി പറഞ്ഞു, ആകാശം എന്തിനാണ് ചലിക്കുന്നത്, അല്ലെങ്കിൽ അത് ശരിക്കും ചലിക്കുന്നുണ്ടോ എന്നെനിക്കറിയണം. സന്യാസി മെല്ലെ പുഞ്ചിരിച്ചു. ഈ ചുവരുകൾക്കുള്ളിൽ ഞങ്ങൾ ചോദ്യങ്ങളെ ഭയപ്പെടുന്നില്ല, ഞങ്ങൾ അവയെ ആരാധിക്കുന്നു. അങ്ങനെ ലോകത്തെ തന്നെ മാറ്റിമറിച്ച ആ യാത്ര അവിടെ തുടങ്ങി. അധ്യായം 3. ഒരു പ്രതിഭയുടെ ജനനം. വർഷങ്ങൾ കടന്നുപോയി. പുരാതന താളിയോളകളും ജ്യാമിതിയും ചലന നിയമങ്ങളും ആര്യഭടൻ പഠിച്ചു. എന്നാൽ അവൻ പഠിക്കുക മാത്രമല്ല ചെയ്തത്, അവൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കലൊരു ഗുരുനാഥൻ പറഞ്ഞു, സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു. ആര്യൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിലത്തെ നിഴലിന്റെ വളവ് നിരീക്ഷിച്ചു. അവൻ പതുക്കെ പറഞ്ഞു, അല്ല, ഭൂമിയാണ് ചലിക്കുന്നത്, നിശബ്ദമായി, ഒരേ വേഗത്തിൽ. ആ കാലഘട്ടത്തിൽ അത് അംഗീകരിക്കാൻ കഴിയാത്ത അപകടകരമായൊരു ചിന്തയായിരുന്നു. പക്ഷേ ആര്യഭടന്റെ മനസ്സിലെ അഗ്നിയെ കെടുത്തുവിടാൻ ആർക്കും കഴിഞ്ഞില്ല. അധ്യായം 4. വെളിപാടിന്റെ രാത്രി. നിർണായകമായൊരു രാത്രിയിൽ നളന്ദയിലെ ഉയർന്ന നിരീക്ഷണ ഗോപുരത്തിന് മുകളിൽ ആര്യഭടൻ കയറി. ആകാശം കറുത്ത പട്ടുപോലെ അവന് മുകളിൽ പരന്നുകിടന്നു. ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ചന്ദ്രന്റെയും സ്ഥാനങ്ങൾ അവൻ രേഖപ്പെടുത്തി. മണിക്കൂറുകൾ കടന്നുപോയി. അവന്റെ കണ്ണുകൾ നീറിത്തുടങ്ങി, കൈകൾ വിറച്ചു. പെട്ടെന്ന് കണക്കുകളെല്ലാം കൃത്യമായി. നക്ഷത്രങ്ങൾ ചിതറിക്കിടക്കുകയല്ല, അവ ചില നിയമങ്ങളെ അനുസരിക്കുന്നുണ്ട്. പാറ്റേണുകൾ, ഗണിതം. എണ്ണവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ആര്യഭടൻ ഒരു താളിയോളയിൽ ഇങ്ങനെ കുറിച്ചു, ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു, അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ ചലിക്കുന്നതായി തോന്നുന്നത്. അധ്യായം 5. വൃത്തവും ആ അത്ഭുത സംഖ്യയും. ഒരു ദിവസം രാവിലെ പുഴയുടെ തീരത്ത് ആര്യഭടൻ ഒരു വൃത്തം വരച്ചു. കയറും കല്ലുകളും സൂര്യന്റെ നിഴലും ഉപയോഗിച്ച് അവൻ വീണ്ടും വീണ്ടും അളവുകൾ എടുത്തു. അവനൊരു അനന്തതയെ തിരയുകയായിരുന്നു. പൈ. ആഴ്ചകൾ നീണ്ട കണക്കുകൂട്ടലുകൾ, ഉറക്കമില്ലാത്ത രാത്രികൾ. ഒടുവിൽ അവൻ എഴുതി, 62,832/20,000 3.1416. ഇത് പൈയുടെ ആധുനിക മൂല്യത്തോട് അത്ഭുതകരമായി അടുത്തു നിൽക്കുന്ന ഒന്നായിരുന്നു. ലോകത്തിനതന്ന് അറിഞ്ഞില്ലായിരുന്നു. പക്ഷേ ഒരു യുവ ഇന്ത്യക്കാരൻ അനന്തതയിലേക്കുള്ള വാതിൽ തുറക്കുകയായിരുന്നു. അധ്യായം 6. ഗ്രഹണങ്ങളുടെ രഹസ്യം. ഗ്രഹണങ്ങളെ ഭയന്ന് ജനങ്ങൾ വിറയ്ക്കുമ്പോൾ ആര്യഭടൻ സത്യം തേടുകയായിരുന്നു. രാഹു ചന്ദ്രനെ വിഴുങ്ങുന്നു, ഇത് ദൈവങ്ങളുടെ കോപമാണ് എന്നൊക്കെയായിരുന്നു വിശ്വാസങ്ങൾ. പക്ഷെ ആര്യയുടെ കണ്ണുകൾ കണ്ടത് അന്ധവിശ്വാസമല്ല, ശാസ്ത്രമാണ്. അവൻ നിഴലുകളെ അളന്നു, ചന്ദ്രന്റെ പാത നിരീക്ഷിച്ചു. ഒടുവിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഗ്രഹണമെന്നത്
രാക്ഷസിന്റെ വിശപ്പല്ല, മറിച്ച് ഭൂമിയും ചന്ദ്രനും സൃഷ്ടിക്കുന്ന നിഴലുകളുടെ കളിയാണ്. അധ്യായം 7. ആര്യഭടീയം. 23-ാം വയസ്സിൽ ആര്യഭടൻ തന്റെ മാസ്റ്റർപീസ് പൂർത്തിയാക്കി. ആര്യഭടീയം. രാജസഭയിൽ അത് സമർപ്പിച്ചപ്പോൾ മന്ത്രിമാർ പരസ്പരം മന്ത്രിച്ചു, ഇത് അസാധ്യമാണ്, ഇവൻ ദൈവങ്ങളെ വെല്ലുവിളിക്കുന്നു, ഭൂമി ചലിക്കുന്നുവോ, ഭ്രാന്ത്. എന്നാൽ രാജാവ് ആര്യഭടന്റെ കണ്ണുകളിൽ കണ്ടത് ധിക്കാരമായിരുന്നില്ല, മറിച്ച് അത്ഭുതകരമായ അറിവായിരുന്നു. അദ്ദേഹം ഭയത്തെയല്ല, അറിവിനെ ആദരിക്കാൻ തീരുമാനിച്ചു. അധ്യായം 8. ചരിത്രം. നൂറ്റാണ്ടുകൾ കടന്നുപോയി, സാമ്രാജ്യങ്ങൾ വീണു, നളന്ദ കത്തിച്ചാമ്പലായി. പക്ഷെ ആര്യഭടന്റെ കണ്ടുപിടുത്തങ്ങൾ ബാക്കിയായി. 1975-ൽ ഇന്ത്യ ആദ്യത്തെ ഉപഗ്രഹം വിക്ഷേപിച്ചപ്പോൾ അതിന് ഒരേ ഒരു പേര് മാത്രമേ നൽകിയുള്ളൂ, ആര്യഭട. ഭൂമിയെ ഭ്രമണം ചെയ്യുന്ന ആ ചെറിയ ലോഹഗോളം ഒരിക്കൽ പുഴയോരത്തിരുന്ന് ആകാശം എന്തിനാണ് ചലിക്കുന്നത് എന്ന് ചോദിച്ച ആ ചെറിയ കുട്ടിക്കുള്ള ആദരവായിരുന്നു. 1500 വർഷങ്ങൾ കടന്നുപോയി, ലോകം മാറി. പക്ഷേ ആര്യഭടൻ നോക്കി നിന്ന അതേ ആകാശം ഇന്നും അവിടെ തന്നെയുണ്ട്. നമ്മൾ സമയമളക്കുമ്പോഴും ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുമ്പോഴും നമ്മൾ നടക്കുന്നത് അദ്ദേഹം തെളിച്ച പാതയിലൂടെയാണ്. ഇന്ന് രാത്രി നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആര്യഭടൻ ഒരിക്കൽ നോക്കി നിന്ന അതേ നക്ഷത്രങ്ങളിൽ നിന്ന് ഒരു നിശബ്ദ പുഞ്ചിരി നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. ഗുണപാഠം. മഹത്തായ കാര്യങ്ങൾ തുടങ്ങുന്നത് ഒരു ചെറിയ ചോദ്യത്തിൽ നിന്നാണ്.